കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാൻ ഉന്നയിച്ച വിഷയം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ, ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. അന്ന് സർക്കാരിന് വേണ്ടി സ്പീക്കറാണ് മറുപടി പറഞ്ഞത്. അതിൽ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ളൊരു കുറിപ്പ് കണ്ട് അതൊരു അഭ്യൂഹമാണെന്ന്. അതെങ്ങനെയാണ് അഭ്യൂഹമാകുന്നത്? അഭ്യൂഹമാകുന്നത് എങ്ങനെയാണ്? 13/6/2024 കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്താണ്. ശിക്ഷാ ഇളവ് നൽകേണ്ട ആളുകളെ സംബന്ധിച്ചാണ്. 56 പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 4 പ്രതികൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് 2022 മുതൽ കൈക്കൊള്ളുന്നത്. 2018 സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് 14 വർഷമാകാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2022 ഉത്തരവിൽ അതങ്ങ് മാറ്റി. നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്റ്റിൽ മൊത്തം ശിക്ഷാകാല ഇളവിൻ്റെ 1/3 താഴെ പരോളും ശിക്ഷാ ഇളവും കൂടി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഗുരുതരമായ തെറ്റാണ്. അതിന് മറ്റ് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഈ 2022 മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത്. അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് പോലീസ് 21/6 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് കെ രമയുടെ മൊഴിയെടുത്തത്? ചൊക്ലി പോലീസ്, കെ മുഹമ്മദ് ഷാഫി ചൊക്ലി പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലെ പ്രതിയാണ്. 22/6 പാലൂർ പോലീസ് നേരിട്ട് MLA ഓഫീസിൽ നേരിട്ടെത്തി കെ രമയുടെ മൊഴിയെടുത്തു. ഇന്നലെ സ്പീക്കർ ഇത് അഭ്യൂഹമാണെന്ന് പറയുക, സർക്കാർ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുക. എന്നിട്ട് ഇന്നലെ സന്ധ്യയിൽ ട്രൗസർ മനോജൻ എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊളവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യയ്ക്ക് കെ രമയുടെ മൊഴിയെടുക്കുക. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? എന്നിട്ട് മന്ത്രി എന്താ പറഞ്ഞത്? 3/6 അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് തെറ്റാണ്, തെറ്റായ നടപടിയാണ്, നടപടിക്രമം പാടില്ല. ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ? സംസ്ഥാനത്തെ DGPയുടെ മീതെയുള്ള ആളാണ്. ആ ഹോം സെക്രട്ടറി ഒരു ഉത്തരവ് ഈ മാസം 3/6 ഇറക്കിയിട്ട് പിന്നെ എന്തിനാണ് 21/6 22/6 ഇന്നലെ 26/6 ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത്? അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ? പിന്നെയുള്ള മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളത്. അപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതാരാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണോ? CPM നേതാക്കളാണോ? ആരാ? ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്തേതാ? ഏത് പരുന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിക്ക് മീതെ? ഇത് മന്ത്രി തന്നാണ് 3/6 ഞങ്ങൾ കണ്ടിട്ടില്ല. 3/6 ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന്. ഹോം സെക്രട്ടറി ഉത്തരവിറക്കി 10-20 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാഭാസം. ഇവിടെ എന്ത് ഭരണമാണ്? ഇത് എന്ത് ഭരണമാണ് നടക്കുന്നത്? എന്നിട്ട് ഇന്ന് നമ്മൾ സബ്മിഷൻ കൊടുത്തപ്പോൾ എത്ര ദിവസമായി ഈ കത്ത് വന്നിട്ട്? ഈ കത്ത് വന്ന ദിവസം എന്നാ 13/6 വന്ന കത്താണിത് ജയിൽ സൂപ്രണ്ടിൻ്റെ. എന്നിട്ട് ഇന്ന് നമ്മൾ സബ്മിഷൻ കൊടുത്തപ്പോൾ രാവിലെ 11 മണിക്ക് സസ്പെൻഷൻ അല്ലേ? നോട്ടീസ് കൊടുത്തപ്പോൾ കൊള്ളാം, നല്ല കാര്യം, അത് ചെയ്തല്ലോ. അപ്പം മന്ത്രി ഞങ്ങൾ പറഞ്ഞു സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു ഉറപ്പ് തരണം ഗവൺമെൻറ്. ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല. അതിപ്പോൾ സർക്കാർ ഞങ്ങൾ വാക്കൗട്ട് നടത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളഞ്ഞ വഴികളിലൂടെ ആ പ്രതികളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ല, പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആളുകളാണ്.